വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് യോബിൻ്റെ പുസ്തകത്തിനകത്തുനിന്നാണ്. 9-ാം അധ്യായത്തെ ആസ്പദമാക്കി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, അതങ്ങനെ തന്നെ എന്ന് എനിക്കും പറയാൻ നിശ്ചയം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ 1000-ൽ 1 ഉത്തരം പറയുവാൻ കഴിയുകയില്ല. ഉണ്ടാവും. അതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ രീതികളെല്ലാം അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു. അവനോട് ശടിച്ചിട്ട് ഹാനിയെ വരാത്തവൻ ആരാ? ദൈവജ്ഞാനിയാണ്. അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു. കണ്ടോ, ദൈവത്തിന് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. ഭൂമിയെ അടുത്തറ ഇളക്കാൻ കഴിവുള്ള ആളാണ് ആര്? നമ്മുടെ ദൈവം. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അതിൻ്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. അപ്പോൾ ഈ നക്ഷത്രങ്ങളെയും ഭൂമണ്ഡലങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം കടിഞ്ഞാൺ. നമ്മളുടെ കടിഞ്ഞാണും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. അവൻ തനിച്ച് ആകാശത്തെ വിരിക്കുന്നു. സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു. അവൻ സപ്തർഷി, മകേരം, കാർത്തിക ഇവയെയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. കണ്ടോ, എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു. അവൻ എൻ്റെ അരികെ കൂടി കടക്കുന്നു, ഞാൻ അവനെ കാണുന്നില്ല. അപ്പോൾ ഇയ്യോബിൻ്റെ ദൃഷ്ടിയിലൊക്കെ വരുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഇയ്യോബ് പറയുന്നത്. അവൻ കടന്നു പോകുന്നു, ഞാൻ അവനെ അറിയുന്നില്ല. അവൻ പറിച്ചെടുക്കുന്നു, അവനെ തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും? ദൈവം തൻ്റെ കോപത്തെ പിൻവലിക്കുന്നില്ല. രഹബിൻ്റെ തുണയാണികൾ അവന് വഴങ്ങുന്നു. പിന്നെ ഞാൻ അവനോട് ഉത്തരം പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്കു തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ. ഉണ്ടോ, എൻ്റെ പ്രതിയോഗിയോട് ഞാൻ യാചിക്കേണ്ടി വരും. ഞാൻ വിളിച്ചിട്ട് അവൻ ഉത്തരം പറയിയാലും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. നമ്മൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. നമ്മുടെ സങ്കടയാചനകൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ അത് കേട്ട് ഉത്തരം അരുളി തരുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ വഴിയും വല്ലാതെ തികവുള്ളതാണ്. നീ മോനെ നീ ഇതുവഴി നടക്ക് അങ്ങനെ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. അപ്പോൾ വാതിലുകൾ തിരഞ്ഞെടുത്ത് തരുന്നത് ദൈവമാണ്. വാതിൽ തുറന്നു തന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. അതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ആവശ്യം വന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുക, വാതിൽ തുറന്നു തരാൻ അല്ലെങ്കിൽ വഴികളെ തുറന്നു തരാൻ കർത്താവപ്പച്ചന് സാധിക്കും. അതിനെ അടയ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ആരെ മുൻനിർത്തി വേണം മുമ്പോട്ട് പോകാൻ? ദൈവത്തെ മുൻനിർത്തി മുമ്പോട്ട് പോവുക. ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആരാധിക്കുക, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോവുക. നിങ്ങൾ പറ്റുന്നവരോട് കർത്താവിനെക്കുറിച്ച് പറയുക. ഇതെല്ലാം ചെയ്തൊന്ന് ജീവിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരുപാട് മാറ്റങ്ങൾ ദൈവം വരുത്തും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അത് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തിൻ്റെ സന്നിധി പോകണം, ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം, മറ്റു പ്രിയപ്പെട്ടവർ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹമാണ്. എൻ്റെയും നിങ്ങളുടെയും ഞാനും ചെയ്യണം. ഞാനും ഇന്ന് ഇതൊക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. എന്നാലേ കർത്താവിന് എന്നോട് കൃപ ചെയ്യുള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. ഈ ഭൂമിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മുടെ ശ്വാസം പോകുന്നിടം വരേ അറിയത്തുള്ളൂ കാര്യങ്ങളെല്ലാം. അതിനുശേഷം നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. മറ്റു കാര്യം നമുക്ക് ചെയ്യാവുന്ന രീതിക്കനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക.
പക്ഷെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇത് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം, എന്നിൽ നിന്നും. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തു നിന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇതുകൊണ്ട് അതിൻ്റെ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഈ വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകി അങ്ങ് പോകും. നിൻ്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെയാവും. കണ്ടോ? ആ ഇരുട്ടുള്ളിടത്തുനിന്ന് എടുക്കുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും, എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ശരണം അവർക്ക് പോയി പോവും. പ്രാണനെ വിടുന്നത് അത്രേ അവർക്കുള്ള പ്രത്യാശ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. അമാർവിൽ ഞാൻ ചാരിയിടുന്നപ്പ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പിരിയാതെ ജീവിച്ചോണം എല്ലാവരും. കർത്താവിൻ്റെ കാര്യങ്ങളിൽ എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതരാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങളെ ആരെയും എനിക്കറിയത്തില്ലെങ്കിലും നിങ്ങളെല്ലാം വഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു.